33ാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇത്തവണ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിം എഫ് ഫോർ ഫ്രീഡം. അതിൻ്റെ സംവിധായകനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സംവിധായകനോട് തന്നെ ഇതിൻ്റെ ഒരു സന്തോഷവും കൂടുതൽ വിശേഷങ്ങളും ചോദിച്ചറിയാം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 3 പുരസ്കാരമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? അത് അറിഞ്ഞപ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഏത് വിധത്തിലായിരുന്നു? താങ്ക് യു സോ മച്ച്. ആക്ച്വലി സജി മിനിസ്റ്റർ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയായിരുന്നു. 9:30 ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ലൈവ് വീഡിയോ കേട്ടതാണ്. നമ്മൾ ഒരു രീതിയിലും അവാർഡ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ബെസ്റ്റ് ടെലിഫിലിം എഫ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, വൗ സ്ട്രക്ക് പോലെ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 4 അവാർഡുണ്ട്. മികച്ച സംവിധായകരും ഞാനും, റിയ ദിനേശ് എന്ന് പറഞ്ഞ റിയ ചേച്ചിയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് 3 പേരുണ്ട്, വനജമ്മ ടി കെ ദിനേശ് കുമാർ ആൻഡ് കൃഷ്ണുണ്ണി ബാലചന്ദ്രൻ. തിരക്കഥ ഞാനും റിയ ചേച്ചിയും തന്നെയാണ്. ഞങ്ങൾക്ക് 3rd അവാർഡ്. കൂടാതെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു അവാർഡാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് ശ്രീജ രവിക്ക് കിട്ടി. അപ്പോൾ 4 അവാർഡാണ് മൊത്തം എഫ് ഫോർ ഫ്രീഡം നേടിയത് ഈ വർഷത്തെ ഫെസ്റ്റ് അവാർഡിൽ. പറയുന്ന പോലെ ഓവർ ദ മൂൺ എന്നൊക്കെ പറയില്ലേ, അതായത് ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്. ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് തന്നെ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 20ഓളം ഫെസ്റ്റിവലിൽ അയച്ചിട്ടുണ്ട്, പല ഫെസ്റ്റിവലിലും സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷവും ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ആണല്ലോ. അപ്പോൾ ഇപ്പോഴും സിങ്കിങ് ആ ഹാപ്പിനെസ് ഇപ്പോഴും ഉണ്ട്. അത് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. 2022 ഇത് റിലീസ് ചെയ്തത്. യൂട്യൂബിൽ അത് കാണാനും സാധിക്കും, അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിരിക്കുന്ന, 1 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടിയാണ് സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ പരിഗണിക്കുന്നുണ്ടെന്ന്? ശരിക്കും 2022 ഷൂട്ടിംഗ് ചെയ്തു. ഇറങ്ങിയത് 2024 അതാണ് 2024 അവാർഡിൽ ഇത് വന്നത്. സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവാർഡ്സിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ഓഫ് ബീറ്റ് സിനിമകൾക്കാണ് കൂടുതൽ അവാർഡ്സ് കിട്ടാറുള്ളത് ഇൻ ജനറൽ. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഒരു പ്യുവർ കൊമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിം എന്ന് പറയാം. അതായത് ഞങ്ങളൊരു സിനിമ ചെയ്യുന്ന അതേ ഫീൽഡിലാണ് ഇത് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. 3 പാട്ടുകളുണ്ട്. ഒരു പാട്ട് ഗൗരിലക്ഷ്മി പാടിയിട്ടുണ്ട്. അപ്പം ഒരു എന്താ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി എനിക്കൊന്ന് 35-40ഓളം ഷോർട്ട് ഫിലിമുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മിനിസ്റ്റർ പറയുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി വി വെയർ നോട്ട് എക്സ്പെക്ടിങ് അവാർഡ്, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കിട്ടിയത് ഭയങ്കര സന്തോഷം. ഈ പറയുന്ന പോലെ ഒരു 24 ഇറങ്ങിയതാണ്. അപ്പം ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ലേറ്ററാണ് അവാർഡ് കിട്ടുന്നത്. അപ്പം ഈ ഒരു കംപ്ലീഷൻ ആൻഡ് ക്ലോഷർ ഫോർ ദ ഹോൾ ജേർണി എന്ന് ഒരു തരത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒബ്വിയസ്ലി ലൈക്ക് എല്ലാ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സംവിധായകരെയും പോലെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു തുടക്കവും ആകട്ടെ ഈ ഒരു അവാർഡെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അറിഞ്ഞിരിക്കുന്നത് സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്ത ആളാണ്, ഇൻ്റർവ്യൂ വരെ പോയി. പിന്നീട് എങ്ങനെയാണ്, വഴിതെറ്റിയാണോ സിനിമയിലേക്ക് വന്നത്? എനിക്ക് തോന്നുന്നത് എല്ലാ മലയാളികളെ പോലെയും ചെറുപ്പകാലത്ത് ധാരാളം സിനിമകൾ കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ പ്രിയദർശൻ സാറാണെങ്കിലും, സത്യനന്ദിക്കാട് സാറ്, സിബി മലയിൽ സാറ്, ഫാസിൽ സാർ, ഇവരുടെയൊക്കെ ഒത്തിരി സിനിമകൾ കണ്ട് വന്ന സിദ്ദിഖ് ലാൽ സാറ്. അപ്പോൾ സിനിമ നമ്മുടെ ജീനിൽ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ എനിക്ക് സിനിമ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമില്ല, കാണുക, എൻജോയ് ചെയ്യുക. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈ കിട്ടും. ആ ഒരു മൊമെൻ്റൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പം കോവിഡ് സമയത്താണ് എഴുതുന്നത് ഇഷ്ടമായിരുന്നു. കോവിഡ് സമയത്താണ് വെറുതെ എഴുതി നോക്കിയാലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഐഡിയ വരുന്നത്. അങ്ങനെ ഞാനും റിയ ചേച്ചിയും കൂടെ ഒരു ഡയറക്ഷൻ ക്യാമ്പിൽ ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്നതാണ്. റിയ ചേച്ചിയെ പറ്റി എന്തായാലും പറയണം. കാരണം റിയ ചേച്ചി 50 ഇയേഴ്സ് ഓഫ് നമ്മൾ റിട്ടയർമെൻറ്റിനെ പറ്റി തിങ്ക് ചെയ്യുന്നൊരു ഏജിൽ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായി മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. ഞങ്ങൾ ആക്സിഡൻ്റലി പരിചയപ്പെടുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഈ ഡയറക്ഷൻ ക്യാമ്പിൽ വെച്ച് എഴുതിയൊരു 1 ലൈനാണ് എഫ് ഫോർ ഫ്രീഡം എന്ന ഷോർട്ട് ഫിലിം. അപ്പോൾ സിവിൽ സർവീസ് ഒരു അംബീഷനായിരുന്നു, IAS ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ വരെ പോയി, പക്ഷെ അത് കിട്ടിയില്ല. അഗൈൻ എനിക്ക് തോന്നുന്നൊരു മെസ്സേജാണ് ദാറ്റ് സം ഫെയിലിയേഴ്സ് വിൽ ലീഡ് ടു ബെറ്റർ ഹാപ്പിനെസ് ലേറ്റർ എന്നുള്ളൊരു വലിയ മെസ്സേജും എനിക്ക് തോന്നുന്ന ഇതിൽ കൂടെ പറയാനുണ്ട്. കാരണം അന്നൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം ഇൻ്റർവ്യൂ വരെ പോയിട്ട് കിട്ടിയില്ല. വളരെ കുറച്ച് മാർക്കിനാണ് പോയത്. പക്ഷെ ഇന്നത് വേറൊരു തരത്തിൽ ഒരു വലിയ സന്തോഷം, അതെ വേറെ സംസ്ഥാന പുരസ്കാരത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതൊരു അഗൈൻ എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. നമുക്ക് ഈ ഷോർട്ട് ഫിലിമിലേക്ക് വരാം. എഫ് ഫോർ ഫ്രീഡം, അതിൽ ഒരു അമ്മയുടെയും മകൻ്റെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ കഥയിലേക്ക് എത്തുന്നതും അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് കൂടി പറയാം?
ഞാൻ പറഞ്ഞ പോലെ ഈ റിയ ചേച്ചിയും ഞാനൊരു ഡയറക്ഷൻ ക്യാമ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഒരു 3 ഗ്രൂപ്പ് ആക്കിയിരുന്നു, 9 പേരുണ്ട്. ഞങ്ങളോട് ഒരു സ്റ്റോറി പിച്ച് ചെയ്യുക, അവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ, പ്രാക്ടിക്കൽ ഡയറക്ഷൻ വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരിലും ഞങ്ങളുടെ സ്റ്റോറി സെലക്ട് ആയില്ല. കാരണം സൗമ്യ സദാനന്ദൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് നടത്തിയത്. സൗമ്യ പറഞ്ഞു ഇതൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആയിരുന്നെങ്കിൽ ഞാനിത് എടുത്തേനെ, ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ ആക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാനും റിയ ചേച്ചിയും തീരുമാനിച്ചിരുന്നു ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് നമുക്ക് പുറത്ത് ചെയ്യണം. അവിടെ വെച്ച് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, ആരും തമ്മിൽ അധികം ബന്ധങ്ങളോ സ്നേഹമോ ഇല്ലാത്തൊരു അച്ഛൻ അമ്മ മകൻ മകൾ ഒരു റിസോർട്ടിലൊരു വെക്കേഷന് വരുന്നു. അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇത് അവിടുന്ന് സോർട്ട് ചെയ്തിട്ട് അവർ പോകുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ 1 ലൈൻ സ്റ്റോറി. അത് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചും കൂടെ ആലോചിച്ചു എന്തൊക്കെയാകാം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താവണം, അതൊക്കെ ഞങ്ങൾ പിന്നെ റീറൈറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലോട്ട് എത്തി. അപ്പോൾ ഇതിനകത്ത് എഗെയിൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2 മെസ്സേജുകളാണ്. ഒന്ന്, ഇതൊരു അമ്മയുടെ കഥയാണ്. ഒരു ഈ പറയുന്ന പോലെ 50-55 വയസ്സ് കഴിഞ്ഞ് തൻ്റെ പാഷനെല്ലാം കുടുംബത്തിന് വേണ്ടി ഉപേക്ഷിച്ചൊരമ്മ, ഈ 50-55 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെല്ലാം ജോലിക്ക് പോയി, ഹസ്ബൻഡ് ബിസിയാണ്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു പാഷനായിരുന്നു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. അതൊരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അമ്മയും, മകൻ സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത, സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത മകൻ, ഈ മകൻ്റെ വിഷമം അമ്മ മനസ്സിലാക്കുന്നത് വഴി മകൻ്റെ കഥയാണ് അമ്മ ഷോർട്ട് ഫിലിമായിട്ട് എടുക്കുന്നത്. ഈ ഷോർട്ട് ഫിലിം ടൊറൻഡോ ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ആവുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു തീം. അമ്മയുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് എഫ് ഫോർ ഫ്രീഡം എന്നാണ്, അത് മകൻ്റെ ഫ്രീഡത്തെ പറ്റിയാണ്. ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് എഫ് ഫോർ ഫ്രീഡം എന്നാണ്, അത് അമ്മയുടെ ഫ്രീഡത്തെ പറ്റിയാണ്. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം കൺസീവ് ചെയ്തത്. അത് അവസാനം ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെയാണ് പോകുന്നതെന്ന്. പക്ഷേ അതായിരുന്നു ഞങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ ആൻഡ് തീം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രീഡം ഓഫ് ഓൾ ജെൻഡേഴ്സ്, ഫ്രീഡം ഓഫ് പീപ്പിൾ. നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും തോന്നുന്ന പാഷൻ ചൂസ് ചെയ്യൂ. നമുക്കെല്ലാവർക്കും നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്വാതന്ത്ര്യങ്ങളെ ഫോളോ ചെയ്തു ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും, സ്വാതന്ത്ര്യത്തിൽ കൂടി സന്തോഷമായിരിക്കും എന്നൊരു മെസ്സേജാണ് എഫ് ഫോർ ഫ്രീഡം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിത് അവസാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ്. ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്ത എല്ലാ അമ്മമാരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനം ഇതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ എടുത്ത് അതൊരു സിനിമയാക്കിയിരിക്കുന്നതും, മകൻ്റെയും അമ്മയുടെയും ഫ്രീഡത്തെക്കുറിച്ച്. എന്തായാലും അതിനാണിപ്പോൾ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ്. ഒരു കാര്യം കൂടി, ഇനി വരാനിരിക്കുന്ന പുതിയ ഏതെങ്കിലും തരത്തിലുള്ള സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ഒക്കെ ഉണ്ടോ? അതും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ? ആക്ച്വലി ഞാനിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ റൈറ്റേഴ്സ് റൂമിൻ്റെ ഭാഗമായിട്ട് റൈറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് ഇതുവരെ അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഹോപ്പ്ഫുള്ളി ഈ വർഷം തന്നെ അത് അനൗൺസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും സിനിമ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം. എഴുതുക, സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഒരു അപ്കമിങ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് പ്രൊഡക്ഷൻ കിട്ടുക, പ്രൊഡ്യൂസറെ കിട്ടുക. അപ്പോൾ അതിനുള്ള സ്ട്രഗിൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവാർഡ് അതിനൊരു നിമിത്തമാവട്ടെ, തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ പേര് തെളിയാൻ സാധിക്കട്ടെ, ഒരു നല്ല സിനിമ മലയാളികൾക്കും പ്രേക്ഷകർക്കും നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. വരുന്ന പ്രൊജക്റ്റുകൾക്കും വീണ്ടും തന്നെ ഒരു സിനിമയുടെ ഭാഗമായി നമുക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. എന്തായാലും ഇത്തവണത്തെ ടെലിവിഷൻ അവാർഡ് ലഭിച്ച എഫ് ഫോർ ഫ്രീഡം എന്ന ടെലിഫിലിമിൻ്റെ സംവിധായകൻ അർജുൻ കൃഷാണ് ഇതുവരേക്കും വിശേഷങ്ങൾ പങ്കുവച്ചത്.